എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 18ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ഭൂമിയില് ദേവന്മാര് വാനരന്മാരായിട്ട് ജന്മം കൊണ്ടത്, ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ആരുടെ രൂപത്തിൽ ഭൂമിയിൽ എത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിലെ ബാലി സുഗ്രീവന്മാരുണ്ടായിരുന്നു, ഹനുമാൻ ഉണ്ടായിരുന്നു, സുഷേണൻ ഉണ്ടായിരുന്നു, നളൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കുരങ്ങന്മാരുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും തന്നെ പല പല പ്രദേശങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. ശ്രീരാമന്റെ വരവ് കാത്തുകൊണ്ട് രാവണനെ വധിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ആ സൈന്യത്തിൽ ചേരാൻ വേണ്ടി ഭൂമിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞാണ് നിർത്തിയത്. ഇനി വീണ്ടും ദശരഥന്റെ കഥയിലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. നിവൃത്തേ തു ക്രതൗ തസ്മിൻ ഹയമേധേ മഹാത്മന പ്രതിഗൃഹ്യാമരാഭാഗാൻ പ്രതിജഗ്മുർയഥാഗതം. കുറെ ദേവന്മാര്, ഒരുവിധം എല്ലാ ദേവന്മാരും തന്നെ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തിയിരുന്നു ദശരഥന്റെ യാഗം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടും ആ യാഗത്തിന്റെ അംശം ഭുജിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തിരിച്ചുപോയി എന്നാണ് ഇവിടെ പറയണത്. നിവൃത്തേതു ക്രതൗ തസ്മിൻ ക്രതൗ ഹയമേധേ ക്രതൗ നിവൃത്തേ. ഹയമേധം എന്നു പേരുള്ള അശ്വമേധയാഗമാണല്ലോ പ്രധാനമായിട്ട് ചെയ്തത്. അതിന്റെ കൂട്ടത്തില് പുത്രകാമേഷ്ടി യാഗവും ചെയ്തു. അതൊക്കെ തീർന്നപ്പോൾ നിവൃത്തേതു ക്രതു ഒക്കെ സമാപിച്ചപ്പോൾ, അശ്വമേധം അതുപോലെ പുത്രകാമേഷ്ടി തുടങ്ങിയിട്ടുള്ളതായ യാഗങ്ങളൊക്കെ സമാപിച്ചപ്പോൾ എന്തു ചെയ്തു? ദേവന്മാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മഹാത്മന അമരാഹ, മഹാന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും ഭാഗാൻ പ്രതിഗൃഹ്യ, യജ്ഞഭാഗം സ്വീകരിച്ചതിന് ശേഷം, ദേവന്മാർക്ക് യജ്ഞഭാഗം സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാവരും ദേവന്മാർക്കായിട്ടുള്ള യജ്ഞഭാഗം അഗ്നിയിൽ അർപ്പിക്കുന്നു. അഗ്നി അതാത് ദേവന്മാർക്ക് കൊടുക്കണു എന്നാണ് സങ്കല്പം. ഇവിടെ ദശരഥന്റെ ആ യാഗത്തിന്റെ അംശം ഭുജിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും ഭൂമിയിലേക്ക് വന്നു എന്ന് തന്നെയാണ് പറയണത്. അങ്ങനെ യജ്ഞഭാഗമൊക്കെ സ്വീകരിച്ചതിന് ശേഷം ദേവന്മാരെല്ലാവരും യഥാഗതം പ്രതിജഗ്മു, എവിടെ നിന്നാണോ വന്നത് അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നർത്ഥം. അങ്ങനെ ദേവന്മാരുടെ കഥ അവിടെ അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഇനി ദശരഥന്റെ വിഷയങ്ങളാണ് പറയണത്. നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. സമാപ്ത ദീക്ഷാ നിയമ പത്നീഗണസമന്വിത പ്രവിവേശപുരീം രാജാ സഭൃത്യ ബലവാഹന. അങ്ങനെ രാജാവാകട്ടെ യാഗമൊക്കെ തീർന്നതിന്റെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാം വേണ്ടതുപോലെ നടന്നു. അവസാനം പായസം കൊണ്ടുവന്ന് ഒരു പുരുഷൻ എല്ലാവർക്കും കൊടുക്കാൻ, പത്നിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനായിട്ട് വരികയും കൂടി ചെയ്തു. അപ്പോ തീർച്ചയായിട്ടും ഇനി ഇതിന്റെയൊക്കെ ഫലം ലഭിക്കും എന്നുള്ള ഉറപ്പ് കൂടിയായി ദശരഥന്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് സമാപ്ത ദീക്ഷാ നിയമ, യാഗത്തിന് ഉണ്ടായിരുന്നതായ വ്രതങ്ങള് ചര്യകള് എന്തൊക്കെയാണോ നോൽമ്പുകളായിട്ടൊക്കെ നോറ്റിരുന്നത് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് സമാപ്ത ദീക്ഷാ നിയമ പത്നീഗണ സമന്വിത, പത്നിമാരോട് കൂടിയിട്ട് 3 പേരാണല്ലോ, സുമിത്ര, കൈകേയി, കൗസല്യ, ഇവര് 3 പേരോടും കൂടിയിട്ട് പ്രവിവേശപുരീം രാജാ സഭൃത്യ ബലവാഹന, തന്റെ രാജ്യത്തിലേക്ക്, അതായത് ഇത് സരയൂ നദിയുടെ തീരത്തായിരുന്നു യാഗം നടന്നത്. അതെല്ലാം തീർന്നു. അവിടെ യാഗശാലയിൽ നിന്ന് അതിനുശേഷം രാജാവും പരിവാരങ്ങളും പത്നിമാരും എല്ലാവരും കൂടിയിട്ട് അയോധ്യയിലേക്ക് അവരവരുടെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പോന്നു. അതാണ് പ്രവിവേശപുരീം രാജ സഭൃത്യ ബലവാഹന. ഭൃത്യന്മാരോടും സൈന്യങ്ങളോടും വാഹനങ്ങളോട്, രഥം മുതലായിട്ടുള്ള വാഹനങ്ങളോടൊക്കെ കൂടിയിട്ട് രാജാവ് പരിവാരങ്ങളോട് കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. പത്നിമാര് 3 പേരും കൂടെ പോന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞയക്കുകയൊക്കെയാണ്. യാഗത്തിന് സംബന്ധിച്ച് എല്ലാവരെയും ബഹുമാനത്തോട് കൂടിയിട്ട് പറഞ്ഞയക്കലാണ് അടുത്ത ചടങ്ങ്. നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. യഥാർഹം പൂജിതാസ്തേന രാജ്ഞാ ച പൃഥിവീശ്വര മുദിതാഃ പ്രയയുർദേശാൻ പ്രണമ്യ മുനിപുംഗവം. യഥാർഹം പൂജിതാഃ തേന രാജ്ഞാ ച പൃഥിവീശ്വരാഃ.
പൃഥ്വീശ്വരാഹ തേന രാജ്ഞ യഥാർഹം പൂജിതാഹ. പല പല ഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാർ വന്നൂലോ. പ്രത്യേകിച്ച് കോസല രാജ്യത്തിൽ നിന്ന്, കേകയത്തിൽ നിന്ന്, മഗധത്തിൽ നിന്ന്, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും പലരും വരെയുണ്ടായി. അവിടെ നിന്നുള്ള രാജാക്കന്മാര്, മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാരെ എല്ലാവരെയും വളരെ ആദരവോടുകൂടി പൂജിച്ചിട്ടൊക്കെയാണ് പറഞ്ഞയക്കണത്. വരുമ്പോൾ മാത്രമൊന്നുമല്ല ആദരവ്, പോകുമ്പോഴും ഉണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ വരുമ്പോൾ വലിയ സ്വാഗതവും ആതിഥ്യ മര്യാദകളൊക്കെ ഉണ്ടാവും. പോണ സമയത്ത് തിരിഞ്ഞു നോക്കാറന്നെ ഉണ്ടാവില്ല, പറ്റാറുണ്ടാവില്ല ഓരോരോ തിരക്ക് കാരണം. പക്ഷെ അങ്ങനെയല്ല, ദശരഥൻ മര്യാദകളൊന്നും കൈവിട്ടില്ല. വന്ന രാജാക്കന്മാര് ഈ യാഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും തന്നെ ആശീർവദിച്ച് അവർക്ക് വേണ്ടത്ര പൂജകൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേൽപ്പിച്ചിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അതാണ് തേന രാജ്ഞ യഥാർഹം പൂജിതാഹ പൃഥ്വീശ്വരാഹ മുദിതാഹ മുനിപുങ്കവം പ്രണമ്യ ദേശാൻ പ്രയയു. അവരെല്ലാവരും വളരെയധികം സന്തുഷ്ടരായി. വളരെ സന്തോഷത്തോടു കൂടി രാജാവിനെയൊക്കെ മനസ്സ് അഭിനന്ദിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട്, പ്രായത്തിൽ മൂത്തവരാണെന്നുണ്ടെങ്കിൽ ദശരഥനെ അനുഗ്രഹിച്ചുകൊണ്ട്, മറ്റുള്ളവരൊക്കെ തിരിച്ചങ്ങോട്ട് പ്രണമിച്ചുകൊണ്ട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി. ഒപ്പം തന്നെ മുനിപുങ്കവം പ്രണമ്യ എന്ന് പറയുന്നുണ്ട്. അത് ഏത് മുനിപുങ്കവനാണെന്ന് എടുത്തു പറയാത്തോണ്ട് നമുക്ക് ചിന്തിക്കാം, ഇവരുടെ മുഖ്യ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനെ തന്നെ ആവണം. അങ്ങനെ വസിഷ്ഠനെയൊക്കെ ആദരിച്ച് പൂജിച്ച്, അതുപോലെ തന്നെ രാജാവിനോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് എല്ലാ രാജാക്കന്മാരും സന്തോഷത്തോടു കൂടിയിട്ട്, അവർക്കെല്ലാം ധാരാളം ദാനമൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം സ്വീകരിച്ച് അവര് തിരിച്ച് അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. 4-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീമതാം ഗച്ഛതാം തേഷാം സ്വഗൃഹാനി പുരാത്തതഃ ബലാനി രാജ്ഞാം ശുഭ്രാണി പ്രഹൃഷ്ടാനി ചകാശിരേ. ഇവിടെ നിന്ന് തിരിച്ചുപോയ രാജാക്കന്മാരുടെയൊക്കെ വേഷവിധാനങ്ങള് അത് മുഴുവനും ദശരഥൻ കൊടുത്തതായിരുന്നു. ആ ശോഭയോട് കൂടിയിട്ടാണ് അവര് പോയത്. അതാണ് ശ്രീമതാം ഗച്ഛതാം തേഷാം സ്വഗൃഹാണി പുരാത് തതഃ. പുരാത് അയോധ്യാപുരിയിൽ നിന്നും സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയ, അല്ലെങ്കിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക് ഒക്കെ തിരിച്ചുപോയവരായിട്ടുള്ള രാജാക്കന്മാര് അവരുടെ സൈന്യങ്ങളൊക്കെ തന്നെ അവരുടെ ശുഭ്രമായിട്ടുള്ള വേഷഭൂഷാദികളെ കൊണ്ട്, ശുഭ്രവസനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ തിളങ്ങുന്നതായിട്ടുള്ള വസ്തുവകകളാൽ, എന്തു വേണമെങ്കിലും പറയാം, ഇവിടെ ശുഭ്രാണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുഭ്രാണി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാജാവിനാൽ നൽകപ്പെട്ടതായ വസ്തുവകകൾ കൊണ്ട്, വസ്ത്രങ്ങൾ കൊണ്ടൊക്കെ ശോഭിച്ചുകൊണ്ടാണ് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചെത്തിയത്. അതാണ് ബലാനി ശുഭ്രാണി പ്രഹൃഷ്ടാനി ചകാശിരേ എന്ന് പറഞ്ഞത്. ബലങ്ങൾ എന്ന് പറഞ്ഞാൽ സൈന്യങ്ങള്, അവര് സന്തോഷത്തോടു കൂടിയിട്ട്, അതുകൊണ്ട് തന്നെ ശുഭ്രമായിട്ട് വളരെ തെളിഞ്ഞ ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട്, വേഷവിധാനങ്ങളോട് കൂടിയിട്ട് ചകാശിരെ ശോഭിച്ചു. പോയവര്, അതായത് രാജാവ് ദശരഥന്റെ യാഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോയവരായിട്ടുള്ള സൈന്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശോഭയോടുകൂടി, വളരെയധികം സന്തോഷത്തോടുകൂടി തിരിച്ച് കൊട്ടാരങ്ങളിലേക്ക് എത്തി എന്നാണ് പറയണത്. അങ്ങനെ അവര് പോയതിനു ശേഷം രാജാവിന്റെ സന്തോഷവും രാജാവിന്റെ പുരീപ്രവേശമൊക്കെയാണ് പറയണത്. ഗതേഷു പൃഥിവീശേഷു രാജാ ദശരഥഃ പുനഃ പ്രവിവേശ പുരീം ശ്രീമാൻ പുരസ്കൃത്യ ദ്വിജോത്തമാൻ. രാജാക്കന്മാരെല്ലാവരും പോയി, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. അതായത് യാഗം സംബന്ധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും തിരിച്ചു പോയപ്പോൾ വീണ്ടും രാജാവായിട്ടുള്ള ദശരഥൻ ദ്വിജോത്തമാൻ പുരസ്കൃത്യ, ശ്രീമാനായി തീർന്നു. ആ ദശരഥൻ സർവസമ്പന്നനായി തീർന്നു. യാഗമൊക്കെ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് കാശുകൊണ്ടുള്ള, ധനം കൊണ്ടുള്ള സമ്പത്ത് മാത്രമല്ല, ആ ഒരു ഐശ്വര്യം കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട്, മറ്റുള്ളവരുടെ ബഹുമാനങ്ങളാൽ ഒക്കെ സമ്പന്നനായി തീർന്നു. ആ കഴിവ് മുഴുവനും പ്രകടിപ്പിച്ചു. തനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, വലിയൊരു യാഗമാണ് ചെയ്തു തീർത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സംതൃപ്തി, മനസ്സുകൊണ്ടൊക്കെ പരിപൂർണത നേടി, അങ്ങനെയുള്ള തൻ്റെ കഴിവ് തനിക്ക് തന്നെ ബോധ്യമായ ചില സന്ദർഭങ്ങള്, അങ്ങനെ വളരെ സമ്പന്നനായി തീർന്നു രാജാവ്. ശ്രീമാനായി തീർന്ന രാജാവ് ദശരഥൻ ദ്വിജോത്തമാൻ പുരസ്കൃത്യ, ബ്രാഹ്മണരെ മുൻനിർത്തിക്കൊണ്ട് പുരീം പ്രവിവേശ, കൊട്ടാരത്തിലേക്ക് പോയി
അവിടെ സുഖമായിട്ട് താമസിച്ചു. ഇനി പറഞ്ഞയക്കാൻ രണ്ടാൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് അടുത്ത ശ്ലോകത്തില്, 6ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. ശാന്തയാ പ്രയയൗ സാർദ്ധമൃഷ്യശൃംഗഃ സുപൂജിത അനുഗമ്യമാനോ രാജ്ഞാ ച സാനുയാത്രേണ ധീമത. ഏറ്റവും ആദ്യം യാഗത്തിന്റെ പ്രാരംഭം കുറിക്കാൻ വേണ്ടി വന്നത് ഋഷ്യശൃംഗനും ശാന്തയുമായിരുന്നു. അവര് ഇവിടുത്തെ മകളും മരുമകനുമാണ്. എന്നാലും അവരെയും പറഞ്ഞയക്കണല്ലോ. അതിനു വേണ്ടിയിട്ട് അവരെയും കൂടി യാത്ര അയച്ചു എന്നാണ് ഇവിടെ പറയണത്. ശാന്തയാ സാർദ്ധം സുപൂജിത ഋഷ്യശൃംഗ പ്രയയൗ. വളരെയധികം പൂജിതനായ, വേണ്ട പോലെ എങ്ങനെയാണോ രാജാവ് ഇച്ഛിച്ചത് അതേപോലെ തന്നെ യാഗങ്ങളൊക്കെ നടത്തി അതിന്റെ പരിപൂർത്തി വരുത്തിയവനായിട്ടുള്ള മരുമകനാണെങ്കിലും വലിയ ഋഷീശ്വരനായിട്ടുള്ള ഋഷ്യശൃംഗനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് ദശരഥൻ വന്ദിച്ചത്. അതിനുശേഷം പറഞ്ഞയച്ചത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഋഷ്യശൃംഗനും ശാന്തയും കൂടിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് ശാന്തയാ സാർദ്ധം സുപൂജിത ഋഷ്യശൃംഗ പ്രയയൗ. അവര് പോയപ്പോ കുറെ ദൂരം രാജാവ് കൂടെ പോയി. മകളെ പറഞ്ഞയക്കുമ്പോ അങ്ങനെയാണല്ലോ, കുറച്ചു ദൂരം അച്ഛനമ്മമാര് കൂടെ പോവും. അതാണ് അനുഗമ്യമാനോ രാജ്ഞാ ച സാനുയാത്രേണ ധീമത. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മകളുടെയും മരുമകന്റെയും കൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് ഓദകാന്തം അനുഗന്തവ്യ ഇഷ്ടജനഃ എന്നൊക്കെ പറയുന്നുണ്ട് ശാകുന്തളത്തില്. ആ ഉദകാന്തം, വെള്ളം കാണണവരെ ഇഷ്ടജനങ്ങൾ കൂടെ പോണം അത്രേ. അപ്പൊ ഒരു പുഴയോ തടാകോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അവിടം വരെ ഇഷ്ടജനങ്ങൾ പോവാറുണ്ട്. ഇത് അതുപോലെ തന്നെ പ്രിയജനങ്ങള് അവരവരുടെ സ്വന്തക്കാരൊക്കെ ആണല്ലോ. അങ്ങനെ രാജാവ് ശാന്തയോടും ഋഷ്യശൃംഗനോടും കൂടിയിട്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ട് അവരെ പറഞ്ഞയച്ചു. സാനുയാത്രേണ ധീമത രാജ്ഞ അനുഗമ്യമാന ഋഷ്യശൃംഗ. വളരെ സന്തോഷത്തോടുകൂടി ദശരഥനാൽ പറഞ്ഞയക്കപ്പെട്ട, കൂടെ യാത്ര ചെയ്ത് പറഞ്ഞയക്കപ്പെട്ട ഋഷ്യശൃംഗൻ ശാന്തയോട് കൂടിയിട്ട് തിരിച്ച് അംഗരാജ്യത്തിലേക്കോ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്കോ പോവുകയും ചെയ്തു എന്ന്. എല്ലാം കൊണ്ടും സമ്പൂർണമായി തീർന്നു യാഗവും ദശരഥന്റെ മനസ്സും ഒക്കെ. അതാണ് 7ാമത്തെ ശ്ലോകത്തില് പറയണത്. അതും കൂടി നമുക്ക് നോക്കാം. ഏവം വിസൃജ്യ താൻ സർവാൻ രാജാ സമ്പൂർണമാനസ ഉവാസ സുഖിതസ്തത്ര പുത്രോത്പത്തിം വിചിന്തയൻ. ഏവം താൻ സർവാൻ വിസൃജ്യ സമ്പൂർണമാനസ രാജാ. ഇപ്രകാരം എല്ലാവരെയും വളരെയധികം പൂജിച്ച് ദക്ഷിണകളൊക്കെ നൽകി അവരെയൊക്കെ അനുമോദിച്ച് അഭിനന്ദിച്ച് ഒക്കെ പറഞ്ഞയച്ചതിന് ശേഷം, അതാണ് താൻ സർവാൻ വിസൃജ്യ പറഞ്ഞയച്ചതിന് ശേഷം, സമ്പൂർണമാനസ രാജ, എല്ലാം കൊണ്ടും തൃപ്തി വന്നതായ, സംതൃപ്തി വന്നു ചേർന്നതായ മനസ്സോട് കൂടിയിട്ട് പുത്രോത്പത്തിം വിചിന്തയൻ തത്ര സുഖിത ഉവാസ. ഇനി തനിക്ക് എന്നാണാവോ പുത്രന്മാരുണ്ടാകുന്നത്, പുത്രന്മാരുടെ ജനനത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് അയോധ്യാപുരിയിലെ തന്റെ കൊട്ടാരത്തില് സുഖമായിട്ട് അങ്ങനെ താമസിച്ചു പത്നിമാരോട് കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തുന്നത്. അടുത്ത ദിവസത്തെ ശ്ലോകത്തില് ശ്രീരാമൻ മുതലായിട്ടുള്ള 4 പേരുടെയും ജനനമാണ് വർണ്ണിക്കാൻ പോണത്. ഇപ്പോ കുറച്ച് വേഗത്തിലാണ് ശ്ലോകങ്ങൾ പോണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. നിവൃത്തേ ദുഃഖ്രതൗ തസ്മിൻ ഹയമേധേ മഹാത്മന പ്രതിഗൃഹ്യാമരാഭാഗാൻ പ്രതിജഗ്മുർയഥാഗതം സമാപ്ത ദീക്ഷാ നിയമ പത്നി ഗണസമന്വിത പ്രവിവേശപുരീം രാജാ സഭൃത്യ ബലവാഹന യഥാർഹം പൂജിതാസ്തേന രാജ്ഞാ ച പൃഥിവീശ്വരാ മുദിതാഃ പ്രയയുർദേശാൻ പ്രണമ്യ മുനിപുംഗവം ശ്രീമതാം ഗച്ഛതാം തേഷാം സ്വഗൃഹാനി പുരാത്തതഃ ബലാനി രാജ്ഞാം ശുഭ്രാണി പ്രഹൃഷ്ടാനി ചകാശിരേ ഗതേഷു പൃഥിവീശേഷു രാജാ ദശരഥഃ പുനഃ പ്രവിവേശപുരീം ശ്രീമാൻ പുരസ്കൃത്യ ദ്വിജോത്തമാൻ ശാന്തയാ പ്രയയൗ സാർദ്ധമൃഷ്യശൃംഗഃ സുപൂജിത അനുഗമ്യമാനോ രാജ്ഞാ ച സാനുയാത്രേണ ധീമത ഏവം വിസൃജ്യതാൻ സർവാൻ രാജാ സമ്പൂർണമാനസ ഉവാസ സുഖിതസ്തത്ര പുത്രോത്പത്തിം വിചിന്തയൻ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.